അവിടെ എന്തോ ഒച്ചപ്പാട്. അപ്പം ഇന്ന് 19 ഡിഗ്രിയാണ്. നമ്മളെന്നും മറക്കും ബ്രേക്ക് ടൈറ്റ് ചെയ്യാൻ. ഒൻപത് 15 ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൽബറി വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. എന്തോ മറന്നു. അന്നൊക്കെയാ മൽബറി, ഫുൾ ഓഫ് മൽബറീസ്. വാവ്, മൽബറിയുടെ കലബറി വൈ ഡബടി മൽബറി. പിന്നെ പൊന്നോ ഉണ്ടോ മൽബറി? കണികാനം കുണമല്ലോ മീനാക്കി. കുട്ടൻ പേടിപ്പിക്കല്ലേ കുട്ട. ഇന്നൊന്നും സ്കൂളില്ലേ? എന്ത് പറ്റി സ്കൂളേ? സുരേഷ് ഗോപി സുരേഷ് ഗോപി ജയിച്ചു പറഞ്ഞ്.
നോക്കാം. ഇതാണ് ട്യൂബ കേക്കിൽ. നമ്മൾ സാധാരണ കാണുന്ന വസ്തുക്കൾ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിൽ കേക്ക് രൂപത്തിൽ നിർമ്മിച്ച ലോക പ്രശസ്തയാണ് ഈ കുക്കികൾ. ഇവരെങ്ങനെ ഇത്ര പ്രശസ്തി നേടി എന്ന് അറിയുന്നതിന് മുൻപായി നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോയിലേക്ക് അടിക്കണം. അയൽ വീടുകളിലും മറ്റും കേക്ക് ഉണ്ടാക്കി വിറ്റ് ജീവിച്ചിരുന്ന ട്യൂബയ്ക്ക് കോവിഡ് വന്നതോടെ വരുമാനം നിലച്ചു. എന്നാൽ അതിൽ തളരാതെ ഇവർ തന്റെ കേക്ക് ഉണ്ടാക്കാനുള്ള അസാമാന്യ വൈഭവം സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ കാണിക്കുകയായിരുന്നു. നാം കാണുന്ന പല വസ്തുക്കളും അത്ഭുതപ്പെടുത്തും വിധം കേക്ക് രൂപത്തിലാക്കിയുള്ള ഇവരുടെ വീഡിയോകൾ പെട്ടെന്ന് വൈറലാവുകയും ചെയ്യും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ആണ് ഇവർക്കുള്ളത്. കമന്റ് ചെയ്യണേ. ഇതാണ് ട്യൂബ കേക്ക്. നമ്മൾ സാധാരണ കാണുന്ന വസ്തുക്കൾ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിൽ കേക്ക് രൂപത്തിൽ നിർമ്മിച്ച ലോക പ്രശസ്തയാണ് ഈ കുക്കികൾ. ഇവരെങ്ങനെ ഇത്ര പ്രശസ്തി നേടി എന്ന് അറിയുന്നതിന് മുൻപായി നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോയിലേക്ക് കാണ്ടാമൃഗത്തിന്റെ കൊമ്പുകൾ ഇങ്ങനെ വെട്ടിമാറ്റുന്നത് എന്തിനാണെന്ന് അറിയാം. ആഫ്രിക്കയിൽ അവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ കാണ്ടാമൃഗത്തെ പിടിച്ച് അതിന്റെ കൊമ്പുകൾ വെട്ടിയെടുക്കുന്നത്. ഒരു സർക്കാർ സംവിധാനം തന്നെ ഈ മൃഗങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയുന്നതിന് മുൻപായി നിങ്ങളൊരു മൃഗസ്നേഹിയാണെങ്കിൽ വീഡിയോയിലേക്ക് അടിക്കണം. കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് പരമ്പരാഗത ചൈനീസ് ചികിത്സയിൽ ഉപയോഗിക്കുന്നതിനാലും ഈ കൊമ്പ് കൈവശം വെക്കുന്നത് സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാലും ബ്ലാക്ക് മാർക്കറ്റിൽ ഈ കൊമ്പുകൾക്ക് വലിയ വിലയാണുള്ളത്. അതിനാൽ തന്നെ ഇവയെ വലിയ തോതിൽ കൊന്നു കൊമ്പുകൾ കൊള്ളയടിക്കപ്പെടുന്നത് പതിവായതിനാൽ ഇവയുടെ ജീവൻ രക്ഷിക്കാനായാണ് കൊമ്പുകൾ ഇങ്ങനെ മുറിച്ചു മാറ്റുന്നത്. കാണ്ടാമൃഗത്തിന്റെ കൊമ്പുകൾ ഇങ്ങനെ വെട്ടിമാറ്റുന്നത് എന്തിനാണെന്ന് അറിയാം. ആഫ്രിക്കയിൽ അവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ കാണ്ടാമൃഗത്തെ പിടിച്ച് അതിന്റെ കൊമ്പുകൾ വെട്ടിയെടുക്കുന്നത്. സർക്കാർ സംവിധാനത്തിന് ഈ മൃഗങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയുന്നത്. കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് പരമ്പരാഗത ചൈനീസ് ചികിത്സയിൽ ഉപയോഗിക്കുന്നതിനാലും ഈ കൊമ്പ് കൈവശിക്കുന്നത് സമ്പത്തും സമൃദ്ധിയും 3 സൈക്കിളിസ്റ്റ് 4 സൈക്കിളിസ്റ്റ്. വലിയ വിലയാണോ? ഹായ്, ഗുഡ് മോർണിംഗ്. നൈസ് പിള്ളേരല്ലേ, പൊളിച്ചു. അച്ഛൻ ജയിച്ചിരിക്കുന്നു. അതല്ല ഹാപ്പി ആവണമല്ലോ. അതല്ല, നമ്മൾ വിചാരിച്ചതിലും ഹാപ്പിനെസ് നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ വളരെ ഹാപ്പിയാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആവണം എന്ന് ആഗ്രഹിച്ചിരുന്നു, ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിരുന്നു. അതിപ്പോ ആയി, അങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുക. അതാവാതെ എനിക്ക് ഇങ്ങനെയൊന്നും പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല സന്തോഷം. അച്ഛനെ കൊണ്ട് നമ്മളെ കേരളത്തിനോ അല്ലെങ്കിൽ മനുഷ്യ ജനതയ്ക്ക് ഇന്ത്യയിലുള്ളവർക്ക് ഒരു ഗുണമാകുന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ ട്രെയിൻ ചെയ്ത ഗുണം നിങ്ങൾ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അച്ഛൻ അതിനു വേണ്ടി ട്രെയിൻ ആവാനായിട്ട് മനസ്സ് തയ്യാറെടുത്താണ് അച്ഛൻ ഇപ്പോൾ ഈ പരിപാടിയിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അച്ഛനെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഒരു കൈൻഡ് ഓഫ് ബയാസ് ഓർ കറപ്ഷൻ ഉള്ളൊരു പൊളിറ്റീഷ്യൻ ആയിരിക്കില്ല സുരേഷ് ഗോപി എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമാണ്. അത് തന്നെ തുടരും. ബെസ്റ്റ് വിഷസ് ടു അച്ഛൻ. ഈ ഇന്ന് ഇന്നത്തെ ഒരു പ്രധാന വാർത്തകൾ എന്ന് പറയുന്നത് ഈക്കനാർ സാറിന്റെ വീട്ടിൽ പോയി ഭാര്യനെ കണ്ട ഒരു സന്ദർഭമായിരുന്നു. അതിൽ മൊത്തത്തിലായാലും സുബൈലായാലും പറഞ്ഞത് സുരേഷേട്ടന് ഒരു രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം മീൻസ് മതമില്ല. ഒരു മതത്തോടോ ഒരു രാഷ്ട്രീയത്തോടോ ഒരു വ്യക്തിയോടോ അല്ല, മനുഷ്യത്വത്തിനോടാണ് താല്പര്യം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പോഴാണോ അത് എല്ലാവർക്കും മനസ്സിലാവുന്നത്? അല്ലെങ്കിൽ പോലും ഇപ്പൊ ചർച്ചയാവുന്ന രീതിയാണ്. ഇപ്പൊ മാധ്യമങ്ങൾ പോലും തന്നെ ആദ്യം ട്രോളിക്കൊണ്ടിരുന്ന മാധ്യമങ്ങൾ പോലും തന്നെ ഇപ്പോൾ ആഘോഷമാക്കുകയാണ്. ഒരു അജണ്ട ബേസ് സ്പോൺസറിയാണ്. ആള് മുകളിൽ വന്നപ്പോ ആൾക്ക് നല്ലതുകൾ പറയുന്നു, ആള് മുകളിൽ വരാത്തപ്പോ ഇനി പുള്ളി വരില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കുറെ മോശം പറയുന്നു. ആളെന്താണോ അല്ലാത്തത് അതാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് അച്ഛനോട് ഈ ദ്രോഹം ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ സർവൈവലിന്റെ ഒരു ഓട്ടപ്പാച്ചിലാണ് അച്ഛനെ ദ്രോഹിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ അതങ്ങനെയായിട്ട് അതിനെ കാണുന്നുള്ളൂ. നിറയെ വിഷമം ഉണ്ടാവും അതിൽ, പക്ഷെ ഇങ്ങനത്തെ സന്തോഷങ്ങൾ അതിനെ ബാലൻസ് ചെയ്യും. അച്ഛൻ പറയുന്ന ഒരു സന്ദർഭമുണ്ട്, എന്റെ മക്കൾ ഞാൻ അനുഭവിച്ചു എന്ന് അനുഭവിച്ചുകൂടാ എന്നുള്ള രീതിയിൽ അച്ഛൻ ഒരു പറയുകയുണ്ടായി. അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. അച്ഛൻ അനുഭവിച്ച ആ വേദനകളോട് കറന്നുകൊണ്ടാന്ന് പറയാൻ കാരണമുണ്ട്. അത് അച്ഛനോട് തന്നെയാണ് അത് ആ ചോദ്യം ചോദിക്കേണ്ടത്. മേ ബി അച്ഛൻ അങ്ങനെ മോശം കാര്യങ്ങൾ ചെയ്തതായിട്ട് എനിക്ക് വലിയ അറിവില്ല. നല്ല കാര്യങ്ങൾ ചെയ്തതൊട്ടും അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അങ്ങനത്തെ നല്ലത് ഇന്റന്റ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ എത്രത്തോളം ടോർമെന്റ് ചെയ്യാമെന്ന് ഉള്ളത് ആള് സ്വയമേ അനുഭവിച്ചത് കൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ അനുഭവിക്കേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും അച്ഛന്റെ ഈ വിശാല മനസ്കതയോ ഒരു സഹായ മനസ്കതയോ അല്ലെങ്കിൽ
കിട്ടിയാലും അതിൽ ഫ്ലെഞ്ച് ചെയ്യാത്ത ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും ഞങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടായിരിക്കും അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവുക. ഈ അച്ഛന്റെ കാര്യം പറയുമ്പോൾ തന്നെ 4 മക്കളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ എല്ലാ കരുത്തും അച്ഛന്റെ കരുത്തും അമ്മ രാധികനെ പറ്റിയിട്ട് യാതൊന്നും സംസാരിക്കുന്നില്ല. അമ്മയുടെ സപ്പോർട്ട് നല്ല രീതിയിൽ സുരേഷേട്ടന്റെ ഏത് കാര്യത്തിലുണ്ടായിരുന്നു. ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലേഡി ആണെങ്കിൽ അതിന് പിന്നിൽ ഒരു പുരുഷനും, ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പുരുഷനാണെങ്കിൽ അതിന് പിന്നിൽ അവരുടെ പാർട്ട്ണറായ ലേഡിയും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. അങ്ങനത്തെ ഒരു വളരെ പിന്നെ ലോൺ മസ്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടല്ലേ സക്സസ് ആയത്. അല്ലെങ്കിൽ ഇന്നത് ചെയ്തത് ചെയ്തു അങ്ങനത്തെ ഒരു പാർട്ട്ണറല്ലേ എൻ്റെ അച്ഛന്. അച്ഛൻ പാട്ടായിരുന്നു. അച്ഛനെ വളരെ സൈലന്റ് ആയിട്ട് അതിൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അമ്മയാണ് ഞങ്ങൾ. അച്ഛനെ മാത്രമല്ല ബെറ്റർ ഇൻഡിവിജ്വൽ ആവാനായിട്ടാണ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഇന്നത് ശരിയില്ല, ഇന്നത് തെറ്റ് ചെയ്തതിന് ഉപദ്രവം അങ്ങനെ ഒരു സമുദായത്തിലല്ല. അതിൻ്റെതായ പറയും. ഞാൻ ബേസിക്കലി എൻ്റെ ഡിഗ്രി എന്നെ എന്തൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയണമെങ്കിൽ മിനിമം യോഗ്യത എനിക്കും വേണം. അതെനിക്കില്ല. ഞാനപ്പോൾ എൻ്റെ ജോലി ഇവിടെ ഞാൻ നോക്കുക. ഐഡിയാസ് ഉള്ളത് കൊണ്ടാണ് എൻ്റെ അച്ഛൻ ഇത്രയും സക്സസ്ഫുൾ ആവാൻ സാധിച്ചതെന്ന് ഞാൻ വേണ്ടെന്നൊക്കെ സജഷൻസുകൾ മറ്റൊരു പറയോ. ഞാൻ ബേസിക്കലി എൻ്റെ ഡിഗ്രി ചോദിച്ചിട്ടില്ല. പക്ഷേ എന്നെ എന്തൊന്നും ആക്കുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയണമെങ്കിൽ മിനിമം യോഗ്യത എനിക്കും വേണം. അതെനിക്കില്ല. ഞാനപ്പോൾ എൻ്റെ ജോലി ഇവിടെ ഞാൻ നോക്കുക. ഐഡിയാസ് പറയാലോ അച്ഛൻ എങ്ങനെയൊക്കെയാണ്. അച്ഛൻ ചെയർ എടുത്തതിന് ശേഷം ഞാൻ ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ല. ചെയർ എടുക്കുന്നതിന് മുമ്പ് ഇതാണ് അച്ഛൻ വരാൻ പോകുന്ന ചെയറൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനെ റിലേറ്റഡ് ആയിട്ടൊന്നും സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ അച്ഛൻ്റെ പ്രായവും എക്സ്പീരിയൻസും പുറത്തുകൂടെ അച്ഛൻ പോയിട്ടുള്ള പശ്ചാത്തലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ 7 അയലത്ത് എവിടെയും വന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലും അച്ഛൻ എൻ്റെ മുന്നേ വെച്ച് ഡിസ്കസ് ചെയ്താൽ അതിലെനിക്കൊരു നല്ല അഭിപ്രായം തോന്നിയാൽ ഞാനത് പറയുന്നല്ലാതെ എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് ചോദിച്ചാലേ എനിക്കറിയാമെങ്കിൽ തന്നെ ഞാൻ പറയൂ. അല്ലാതെ രാജ്യത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീറ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾ കൂടിയാണല്ലോ. അപ്പൊ അതിൽ സില്ലിയായിട്ട് ഞാനൊരു സിറ്റിസൺ വന്ന് അതിലൊരു അഭിപ്രായം ഞാൻ പുള്ളിയുടെ മകനായതുകൊണ്ട് മെയിൻ ചെയ്യുന്നതും ശരിയല്ല. അതിന് കുറെ നടക്കുകഴികളും നടക്കുന്ന കുറെ വഴികളും ഒക്കെ കാണും. അപ്പോൾ ഞാൻ അറിഞ്ഞൂടെ ആളുടെ അഭിപ്രായം പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ അച്ഛനിപ്പോൾ ഒരു വലിയ സീറ്റ് കിട്ടിയെന്ന് കരുതി അതിൽ ഒരു ഓവർ ഇൻവോൾവ്മെന്റ് നടത്തുന്ന മക്കളല്ല ഞങ്ങളാരും വിശ്വസിക്കുന്നു. എല്ലാവരും ഗഗനചാരി 21-ാം തീയതി തിയേറ്ററിൽ പോയി കാണേണ്ട അപേക്ഷയാണ്. ഞങ്ങൾ ഏറ്റവും വേറിട്ട ഒരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടി ചെയ്ത ഒരു സയൻസ് ഫിക്ഷൻ ഡോക്യുമെന്ററി, ഒരു ഏലിയൻ എൻട്രി ഉള്ള ഒരു സിനിമയാണ്. അതൊരു അപ്രോച്ച് ടു ഇന്ററാക്ഷൻ വിത്ത് ഏലിയൻസ് ഫോർ ഹ്യൂമൻസ്. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് എന്താ ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങളുടെ ഒരു എളിയ ഫസ്റ്റ് അറ്റംപ്റ്റ്. അപ്പോൾ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിന് പൊതുവെ കേരളത്തിന് കൊടുത്ത റെസ്പോൺസ് ഫെയിലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ബെറ്റർ എക്സ്പീരിയൻസ്. ഇതിപ്പോൾ 10 years മുന്നേ എൻ്റെ അച്ഛനെ ജയിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പം എന്തൊക്കെ നല്ല കിട്ടിയതിനെന്നുള്ള ചിലത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാൽ. പക്ഷെ അതെനിക്ക് വെറുതെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ തീസിസ് ആയിട്ട് എനിക്ക് പറയാനേ പറ്റും. ഇപ്പോൾ ഇനി അച്ഛൻ എന്ത് ചെയ്യുന്നുള്ളത് വെച്ചാൽ 10 years down the line നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ സിനിമ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബെറ്റർ സയൻസ് ഫിക്ഷൻ വിത്ത് ബിഗർ സ്റ്റാർസ് ഞങ്ങൾ ഫ്രാഞ്ചൈസീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഇതിന്റെ സക്സസ് തന്നെ ആവണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ പ്രൊഡ്യൂസറിനും ആദ്യമായിട്ട് പ്രൊഡക്ഷനിലും ആദ്യമായിട്ട് അവർ ഇറങ്ങുന്നത് ഈ സിനിമ കൊണ്ടാണ്. അവർ ഇത്രത്തോളം ഈ സിനിമയെ വിശ്വസിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ഇത്രത്തോളം എത്തിക്കാനായിട്ട് തന്നെ പറ്റിയത്. അപ്പോൾ അവർക്കായാലും ഞങ്ങൾ ചെയ്തൊരു അബദ്ധമായി പോയെന്ന് തോന്നാതിരിക്കാനുള്ള ഒരു ഉത്തരവാണ് ഈ സിനിമയുടെ സക്സസ് എന്നുള്ളത്. ഒരു പുതിയ മേക്കർ ഒരു സയൻസ് ഫിക്ഷൻ ആയിട്ട് വരും. അവതരണം നല്ലതാണെങ്കിൽ ഏതും അടിപൊളിയാവും. അല്ലാതെ ഫിക്ഷനാണോ അതാണോ ഒന്നും പറയുക. ഇതിനേക്കാളും മികച്ചതായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ അവർക്ക് തോന്നണമെങ്കിൽ തന്നെ ഈ സിനിമ സക്സസ്ഫുൾ ആവണം. അപ്പോൾ അതിനും എല്ലാ പ്രേക്ഷകരുടെയും ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സിനിമ ഇഷ്ടപ്പെട്ടാൽ മാത്രം അതിനെക്കുറിച്ച് നല്ലത് സംസാരിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ക്രിറ്റിസിസം സ്വീകരിക്കാനും നമ്മൾ തയ്യാറാണ്. സിനിമയെ അതിൻ്റെതായ സെൻസിലും
മലയാളം ചാനൽ. നമസ്കാരം. മൊത്തം സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ 3 മണിക്ക് സ്വാഗതം. ഗരുഡൻ പറക്കാൻ തുടങ്ങി അല്ലെ? കുറച്ച് ദിവസം പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത 23 മലയാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. മൃതദേഹങ്ങൾ പലതും കഴിയാനാകാത്ത വിധം കത്തിക്കഴികളിലാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന തുടരുകയാണ്. പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. തൊഴിലാളികൾ ഉറക്കത്തിലായിരുന്നു. തീ ഉയർന്നത് കണ്ട് രക്ഷപ്പെടാനുള്ള തിക്കിലും തിരക്കിലും വിശപ്പ് വിശ്വസിച്ചും പലരും മരണത്തിന് കീഴടങ്ങി. രക്ഷപ്പെടാനായി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയവരും മരിച്ചവരിലുണ്ട്. അപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തി. കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും അപകട സ്ഥലം സന്ദർശിക്കും. വിവിധ ആശുപത്രികളിലായി മൃതദേഹ പരിശോധന തുടരുകയാണ്. പരിക്കേറ്റ പലരും ഗുരുതരാവസ്ഥയിൽ കഴിയും. സോറി, നിങ്ങൾ ഉദ്ദേശിച്ചത് കുവൈറ്റിൽ എന്താ സ്ഫോടനത്തിൽ? സോറി, നിങ്ങൾ ഉദ്ദേശിച്ചത് കുവൈറ്റിലെ തീപിടുത്തത്തിൽ ഉള്ള ആൾക്കാരല്ലേ ഉദ്ദേശിച്ചത്? എനിക്ക് പെട്ടെന്ന് ഓടിയായി. അങ്ങനെ പോകുന്ന സമയത്ത് ന്യൂസ് ഇങ്ങനെ കേൾക്കും. അപ്പോൾ കുവൈറ്റിലെ ഓൾറെഡി 2 ദിവസം മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പം വീണ്ടും കേട്ടത്. അപ്പം ഇതാണെന്നുള്ളത് മനസ്സിലായതേ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകും. ഇന്ന് നമ്മളെ ഏറ്റവും ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു ഇത്. ശരിക്കും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. കുവൈറ്റ് ലേബർ ക്യാമ്പിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി ആരംഭിച്ചു. വ്യോമസേന പ്രത്യേക വിമാനം സജ്ജമാക്കി കഴിഞ്ഞു. കൊച്ചിയിലായിരിക്കും മൃതദേഹങ്ങൾ എത്തിക്കുക. മരണം സ്ഥിരീകരിച്ച 23 മലയാളികൾ 6 പേർ പത്തനംതിട്ട ജില്ലക്കാരാണ്. ഡൽഹിയിൽ നിന്നും പത്തനംതിട്ട അജീഷ് ജയകുമാറും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ അംബുജൻ, എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? എയർഫോഴ്സിന്റെ വിമാനം തയ്യാറായി കഴിഞ്ഞാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം കുവൈറ്റ് എയർലൈൻസിന്റെ വിമാനം ഉപയോഗിച്ച് ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരുമെന്ന് മറ്റൊരു വാർത്തയിലും കാണുന്നു. എന്താണ് യഥാർത്ഥ വിവരം? വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇപ്പോഴത്തെ നീക്കം വ്യോമസേനയുടെ വിമാനത്തിൽ മൃതദേഹം കൊണ്ടുവരാനുള്ളതാണ്. ഇന്ന് രാവിലെ കേന്ദ്ര വിദേശകാര്യമന്ത്രി കുവൈറ്റിലേക്ക് തിരിക്കുമ്പോൾ അത് തന്നെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഉച്ചയോടുകൂടി തന്നെ വിദേശകാര്യമന്ത്രി സഹമന്ത്രി കുവൈറ്റിലേക്ക് എത്തി. അതിനുശേഷം അവിടുത്തെ സാഹചര്യമെല്ലാം തന്നെ വിലയിരുത്തി അംബാസഡർമാരുമായി സംസാരിച്ചു. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അത് വിദേശകാര്യ മന്ത്രാലയത്തെ അടക്കം അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഹിൻഡൻ വ്യോമത്താവളത്തിൽ 2 വിമാനങ്ങൾ C-130J എന്ന എയർഫോഴ്സിന്റെ വിമാനങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഉടൻ തന്നെ വിമാനം ഹിൻഡനിൽ നിന്ന് പുറപ്പെടുമെന്നാണ് ഇപ്പോൾ ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. കാരണം തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് മൃതദേഹങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. അതെല്ലാം തന്നെ ആ നടപടികൾ പൂർത്തിയാക്കി അതിനുശേഷം മാത്രമേ വിമാനം പുറപ്പെടുകയുള്ളൂ എന്നാണ് വൈകിട്ടോടെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ അറിയിച്ചത്. എന്തായാലും ഇപ്പോഴത്തെ നിലയിൽ 45 ഇന്ത്യക്കാർ ഈ അപകടത്തിൽ മരിച്ചു എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക്. അവർ ഏത് നാട്ടുകാരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതെല്ലാം തന്നെ അവസാനവട്ട ഈ ഒരു പരിശോധന പൂർത്തിയ ശേഷം മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം കുവൈറ്റിലെ അപകടത്തിൽ 40-ലധികം ഇന്ത്യക്കാർ മരിച്ചുവെന്ന് ഇന്നലെ തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. മരണസംഖ്യ കൂടാൻ ഇടയുണ്ടെന്നാണ് വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിവിധ ആശുപത്രികളിൽ ചികിത്സ കഴിയുന്നവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലെ സമൃദ്ധികളെല്ലാം തന്നെ പ്രധാനമന്ത്രി അടക്കം ധരിപ്പിച്ചു. നമ്മുടെ ഏറ്റവും വലിയ
അലൈക്കും സാദിക്ക. പിന്നെ ഈ നോർക്കയുടെ അല്ലാതെ വേറെ ഏതെങ്കിലും ഈ പ്രവാസികൾക്ക് എടുക്കേണ്ടതായിട്ടുള്ള സംഗതികളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നറിയിക്കുക. പിന്നെ നോർക്ക ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐഡിയ മെമ്പർഷിപ്പ് എന്താ കിട്ടുമോ? അത് എടുത്തത് കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ഉണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് പറയണേ. പഴയ ഗലോണുണ്ട്. പഴയ ഗലോണുണ്ട് കേട്ടോ. ഞാൻ അയച്ചൊരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ അയച്ചെന്നാൽ മതിയോ? ഇന്ന് ഞാൻ സമയത്ത് ഇങ്ങനെ ആലോചിച്ചത് നമ്മുടെ ശരീരത്തെ കുറിച്ചാണ്. ആലോചിക്കുക, നമ്മുടെ ജീവന് അതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയായിരിക്കും അല്ലേ? അതായത് പ്രായമാകുമ്പോൾ എന്താ ശരിക്കും പോകുന്നു? ഊർജമാണോ? പിന്നെ ഊർജമാണോ? നല്ല പേരുണ്ട് കേട്ടോ. ഊർജമാണോ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത്? എന്താണ് ആക്ച്വലി പോകുന്നത്? ഇതൊരു അത്ഭുതമല്ലേ? നമ്മളിങ്ങനെ കൈക്കും കാലും ഇങ്ങനെ എല്ലാം ഇങ്ങനെ ചവിട്ടാൻ നടക്കുക, ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഊർജ്ജം ഉണ്ടാവില്ലേ? ശരിക്കും സംഭവം ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ മരണം വരുന്നത് എന്നുള്ളത്. എന്ത് ഊർജ്ജമാണ്? ചിലപ്പോൾ അതൊക്കെ ഇലക്ട്രിസിറ്റി തന്നെ ആയിരിക്കും. ഒരു തരം ഇലക്ട്രിക്കല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പിന്നെ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പം മിക്കവാറും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മിക്കവാറും. ഓരോരോ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു നെർവ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോവുകയെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോവും. അത്ര പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയത്. ഒരു ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതില്ലേ? അത് മനുഷ്യ ശരീരം മാത്രമല്ല, ഏത് ശരീരമാണെങ്കിലും. എന്നിട്ട് അതിന് പുറമെ ജീവനും. ഇവൻ ഉറുമ്പിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഓരോന്നും ഓരോ ഡിഫറെൻറ്റ്. മീനിലാണെങ്കിൽ അത് ഡിഫറെൻറ്റ്. ഞങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ എങ്ങനെ എന്താ വരുന്നതെന്ന് പറയും. സ്റ്റോപ്പായ നമുക്ക് വേണ്ടി പാതയൊരുക്കിയ പോലെ കൊച്ചി രാജാവിൽ പറയുന്നില്ലേ, രാജാവിന് വഴി ഒരുക്കടാ. അവിടുത്തെ കൃഷി നടന്ന് എല്ലാ ആൾക്കാരുണ്ട്. ജെൻഡർ വ്യത്യാസം, ലേഡീസ്, ജെൻസ്. എന്താ അയ്യോ, അങ്ങനെ ബ്ലോക്ക് ഇട്ട് വെക്കല്ലേ ചക്കര. അത് പോണ്ടല്ലേ? റോജ് നേരെ ഏതെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, ഇവിടുന്നോ ഇല്ല. എങ്കിൽ നമുക്ക് പോവല്ലേ? ഓക്കെ, നമുക്ക് വീണ്ടും വഴി ഒരുക്കി തന്നിരിക്കുന്നു. ഇലകൾ, പൂക്കൾ, മഞ്ഞ ഓടുന്നുണ്ട്. രണ്ട് നായ്ക്കളൊക്കെ ഇട്ടിക്കാം. ഇല്ല, അയാളെ കയ്യിൽ തന്നെ രണ്ടും. ഇത് വലിയ റിസ്ക്കാണ്. നമ്മൾ
ഫസ്റ്റ്. നമുക്ക് വേണ്ടി വീണ്ടും വഴിയൊരുക്കി തന്നിരിക്കുന്നു. ഓപ്പണാവുമോ? സെൻസറാണല്ലോ. On the journey of learning. City-wide concrete pumping. Expert. നിങ്ങൾക്കറിയാം ഒരു എപ്പോഴാണത് കുറച്ച് പഴയ, ഞാനൊന്നും ജനിച്ചിട്ടില്ല, കുറച്ച് പഴയ വർഷമാണ്. ഒരു യൂറോപ്പ് ഏതോ വെസ്റ്റിലുള്ള ഏതോ റേഡിയോ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. 25,000 കിലോ ഐസ് ആഫ്രിക്കയുടെ ഏതോ ഏരിയയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ എമൗണ്ട്, ലോകത്തിലെ ഏറ്റവും ഇന്ന് കൊടുക്കുന്ന ഏറ്റവും വലിയ എമൗണ്ട് കേട്ടോ. റെക്കോർഡ് തുക ഇന്നത്തെ മീൻസ് അന്നും ഇന്നും ഒക്കെ അല്ലേ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്ത്. ഏതോ മഞ്ഞ് ഉള്ള സ്ഥലത്ത് നിന്ന് യൂറോപ്പിൽ നിന്ന് അവിടെ നിന്ന് കുറേ കിലോമീറ്റർ, ഏകദേശം ഒരു മാസമൊക്കെ സഞ്ചരിക്കാനുള്ള ദൂരമുണ്ട്. അങ്ങനെ ഒരു വർഷമായിട്ടും ആരും വെല്ലുവിളി സ്വീകരിച്ചില്ല. അങ്ങനെ ഒരു കമ്പനി സ്വീകരിക്കും, അതിനുള്ള പണികളൊക്കെ ചെയ്യും. അങ്ങനെ സക്സസ് ആയൊരു കഥ. ഇപ്പോൾ പറയാൻ ഒരു മൂഡില്ല. ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോണത്. ബ്രേക്ക് കഷ്ടപ്പെട്ടു ഗൈസ്. നമുക്ക് തിരിക്കാം. നമുക്ക് ക്രോസ് ആയി പോകാം. ടൈറ്റ് ചെയ്യണം. നല്ല വെയിലല്ലേ. 9, 8, 7. ഓ, ഞാൻ എനിക്ക് ഫോൺ പോയോന്ന്. അത് കാലത്ത് ഫോൺ വീണാലൊന്നും ആൾക്കാർ വേറിട്ടാക്കിയില്ലെല്ലാം സാധാ പാലെടുക്കും. കാരണം സ്ക്രീൻ ഗാർഡൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പൊട്ടില്ല എന്നുള്ളൊരു വിശ്വാസം. Walaikum Assalam. All good. ഈ കണ്ണടട്ടെക്കുമ്പോൾ നമുക്ക് ചിരിക്കാനൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ബൈക്കിൽ സീരിയസ് ആയിട്ട് നിൽക്കണല്ലേ. ഈ അവാറ് ചോദിച്ചിട്ട് മടുത്ത് കേട്ടിട്ട് നമ്മൾ പിന്നെ നോട്ട് ഫൈൻ എന്ന് പറഞ്ഞവർ അതിന് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമോ? ഇല്ല. ഓരോ കൾച്ചർ
ഓക്കെ ബൈ. നമ്മളിതാ പോകുന്നു. ഞാൻ ബ്ലൂടൂത്ത് അടിച്ചിട്ട് ഓഫീസിൽ എത്തിട്ടേ ഇല്ല കേട്ടോ. ഓ എന്ത് ചൂടാ പഠിച്ചോനെ. ഞാൻ കറുത്ത് കരിവാളിക്കും. നമ്മൾ നാട്ടിൽ 23 ഡിഗ്രി എന്നൊന്നും പറഞ്ഞാൽ വലിയ ചൂടല്ലല്ലോ, പക്ഷെ ഇവിടെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. പോകുന്ന എവിടെയും ചൂടും. ഏത് പാസ്സാന്നൊന്ന് പറയോ? കാരണം അത് അറബിയുടെ പേരിലുള്ളതാണോ അല്ലെങ്കിൽ കമ്പനി? ഏത് പാസ്സാന്നൊന്ന് പറയോ? പിന്നെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഈദ് ഹോളിഡേ ആണ്. അപ്പം പിന്നെ നെക്സ്റ്റ് സൺഡേ, ഈ സൺഡേ അല്ല, അതിൻ്റെ അടുത്ത സൺഡേ. ഓക്കെ, നമ്മൾ സ്പീഡ് വർക്കിന് എങ്ങനെ കേട്ടോ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് നിൽക്കുക. ഓക്കെ, സ്പീഡ് പറഞ്ഞില്ലേ.
എന്നറിയില്ല, കുറച്ചൊരു കാറ്റുണ്ടല്ലോ. ഏത് പാസ് കോപ്പിയാണ് മിസ്സായതെന്നൊന്ന് പറയുക. ഓർഡർ ഇനിയായി കിടക്കുന്ന പാസ്സാണെങ്കിൽ ജസ്റ്റ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒറിജിനൽ ലിസ്റ്റ്മാരെയും കാണിച്ചു കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യാൻ പറ്റും. ഏത് പാസ്സാണ് പോയത് എന്ന് അയച്ചാൽ അതിനനുസരിച്ച് പറഞ്ഞുതരാൻ കഴിയുക. നോർമലി ഇത് ചെയ്തെടുക്കൽ ഓൺലൈനിലൂടെ ആണ്. ഇനി ലെറ്റർ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയാൽ അങ്ങനെ ഒരു ഇഷ്യൂ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷെ അത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് പിന്നെ കഴിയൽ ഈ ഞായറാഴ്ച അല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ആണ്. അപ്പോൾ ആ സമയത്തേക്ക് കിട്ടും. ഇപ്പം പിന്നെ ഓഫീസിലൊന്ന് അവിടെ പോവുകയാണെങ്കിൽ ലെറ്റർ കൊടുത്താൽ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ അഥവാ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നോക്കാവുന്നതാണ്. പക്ഷേ സാധാരണ ചെയ്ത് കൊടുക്കാറുള്ളത് സിസ്റ്റത്തിൽ കൂടെ തന്നെ ചെയ്തിട്ടാണ് അത് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ അവരുടെ റൂൾസ് എപ്പോഴും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ലെറ്ററായിട്ട് പോയി നോക്കണമെങ്കിൽ ഞാൻ ലെറ്റർ എഴുതി അയച്ചു തരാം. അല്ലാത്ത രീതിയിൽ നോർമലി എന്ത് ചെയ്യാണ് പിന്നെ ഓൺലൈനിലൂടെ ചെയ്തിട്ട് ഇത് പിന്നെ ഏത് പാസ്സാന്നൊന്ന് പാസ് കോപ്പി ഒന്ന് അയച്ചു തരുമോ? അതിനനുസരിച്ച് കുറച്ചും കൂടെ പ്രിസൈസ് ചുരുക്കി പറയാൻ പറ്റും. ഇപ്പോൾ അവിടെ അപ്രൂവലായി കിടക്കുന്നത് അതിൻ്റെ പഴയ പാസ് കോപ്പിയാണോ മിസ്സായത്? അങ്ങനെയാണെങ്കിൽ ലെറ്റർ ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ വഴിയാണ് കൊടുക്കേണ്ടത്. പിന്നെ എല്ലാ സാധാ പോലുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ വെച്ചിട്ട് ഇനി ഒന്ന് പോയി ലെറ്റർ മാത്രമായിട്ട് എസ്കാലിൽ പോയി നോക്കണമെങ്കിൽ ഒന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി പിന്നെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. ഇപ്പോൾ നെക്സ്റ്റ് സൺഡേ ആണ് പിന്നെ ഈ ഞായറാഴ്ച അല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ആണ് എസ്കാൽ ഇനി ഓപ്പൺ ആവുക. പിന്നെ ഇപ്പം കൊടുത്തിട്ടാൽ ആ സമയമാകുമ്പോഴേക്കും സൺഡേ മൺഡേ ആകുമ്പോൾ കിട്ടും. ഇല്ലെങ്കിൽ ആ സമയം കൊടുത്തിടുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവരങ്ങനെ പറ്റില്ല, ഓൺലൈൻ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇത്ര ഈ ഒരു 7 ദിവസത്തെ പിന്നെ ആൾക്കാരൊക്കെ ചെയ്യുന്ന പാസ് ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് നിങ്ങളുടെ എടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട്. മെസ്സേജ് വന്നാൽ ബാലൻസ് ഉണ്ട് നാളെ ഈ പാസിൻ്റെ അല്ലേ ഒട്ടും ബാലൻസ് വന്നത് മനസ്സിലായില്ല. ഇപ്പം വണ്ടി മാറി പഴയമ്പോൾ തന്നെ പോകുന്നുണ്ടോ ഒരു ഐഡിയ ഇടിക്കില്ല.
അഹമ്മദ് റാഷിദിൻ്റെ വേറെ വണ്ടികളുണ്ടല്ലോ, അപ്പം അതിൻ്റെതായിരിക്കും. പിന്നെ മുമ്പുണ്ടായിരുന്ന വണ്ടി നമ്പർ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്, ഞാൻ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ചെക്ക് ചെയ്ത് തരാം. ആ വണ്ടിയിൽ വേറെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആയിരിക്കും മിക്കവാറും ഇത് വന്നിട്ടുണ്ടാവില്ലേ. 15, 14, 13, 12, 11, 10, 9, 5, 4, 2, ഈ ഒരു പാസ് നമ്മൾ കയ്യിലില്ല. ഒക്ടോബർ നമ്മളെല്ലാം ഡിസംബർ വരെ ക്ലിയർ ആക്കിയതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി മാത്രം, ഒരു പാസ് മാത്രം മൂന്ന് നമ്മൾ പെൻഡിങ് കിടക്കുന്നുണ്ട്. ഇതിന്റെ പ്ലേറ്റ് തലയുടെ വാലിന്റെ എന്തെങ്കിലും പ്ലേറ്റ് ഈ ഒരു പാസ് നമ്പർ നമ്മൾ കയ്യിലില്ല. പിന്നെ ഒക്ടോബർ നമ്മളെല്ലാതും ഡിസംബർ വരെ ക്ലിയർ ആക്കിയതാണ്. ഇപ്പൊ ഈ ഒരു വണ്ടി മാത്രം, ഒരു പാസ് മാത്രം മൂന്ന് നമ്മൾ പെൻഡിങ് കിടക്കുന്നുണ്ട്. ഇതിന്റെ പ്ലേറ്റ് തലയുടെ വാലിന്റെ എന്തിന്റെയും പ്ലേറ്റ് നമ്പർ എന്തെങ്കിലും കിട്ടുമോ നോക്കോ. നമ്മൾ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നില്ല, അതുകൊണ്ടാണ്. ഞമ്മക്ക് പേര് വിളിച്ച് നിൽക്കും. സദക്കിന്റെ ഇതെന്താ മനസ്സിലായി? ഇപ്പൊ ഇല്ലല്ലോ അച്ചടക്ക് അച്ചടക്ക് നമ്മളെന്നോ ഒഴിവാക്കിയല്ലോ. ഇപ്പൊ അച്ചടക്കന്റെ ലോൺ ചെയ്യാനൊക്കെ അല്ല, അൽസദക്ക് കഴിഞ്ഞ ജാനുവരിയിൽ അല്ലേ? അൽസദക്ക് കഴിഞ്ഞ ജാനുവരിയിൽ അറബികൾക്ക് കൊടുത്തതല്ലേ? അപ്പം പിന്നെ അതിൻ്റെ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പം അൽസദക്ക് കഴിഞ്ഞ ജാനുവരിയിൽ കൊടുത്തതല്ലേ? അൽസദക്ക് ജാനുവരിയിൽ അറബികൾക്ക് കൊടുത്തതല്ലേ? അൽസദക്ക് ജാനുവരിയിൽ അറബികൾക്ക് കൊടുത്തതല്ലേ? പിന്നെ അൽസദക്ക് ജാനുവരിയിൽ അറബികൾക്ക് കൊടുത്തതല്ലേ? അവരെ പിക്ക് ചെയ്യുന്നൊന്നും RBNൻ്റെ ആൾക്കാരല്ലേ? പിന്നെ എന്തൊക്കെ ഞാൻ പറയുന്നത്, ഐ എം സോ ടയർഡ്. അൽസദക്ക് അറബികൾക്ക് കൊടുത്തല്ലായിരുന്നോ കഴിഞ്ഞ ജാനുവരിയിൽ? അപ്പോൾ അവിടുത്തെ സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അൽസദക്ക് അറബികൾക്ക് ഇതെന്താണ് പഠിച്ചാണ് അൽസദക്ക് അറബികൾക്ക് കൊടുത്തല്ലായിരുന്നോ പിന്നെ ജാനുവരിയിൽ?
ചൂട് കോടീശ്വരം പരിപാടി കാണുമ്പോൾ അതിനകത്ത് ഞാൻ മനോരമ ഷോ ചെയ്തിട്ടില്ല. അപ്പൊ അവൻ എന്നോട് പറഞ്ഞുള്ള കാര്യം, അതായത് അവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ല ആ പൈസ പുള്ളിയുടെ പോക്കറ്റിൽ എടുത്ത് കൊടുക്കുന്നതാണ്. അതായത് ഒരാൾ അവിടെ വന്നിരുന്ന വിഷമം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ എല്ലാവരും ഹോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇവളിപ്പം മില്യണയർ ഇംഗ്ലീഷ് തൊട്ട് ഇവിടെ വരെയുള്ള എല്ലാ ഫോമാറ്റിലും എല്ലാവരും ഹോസ്റ്റ് ചെയ്യുന്നു. എവിടെയാണ് ഒരു ഹോസ്റ്റ് ഇരുന്നിട്ട് ഞാൻ അത് കുഴപ്പമില്ല, ആ പഠിത്തത്തിന്റെ കാര്യമില്ല, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന എത്ര ഹോസ്റ്റലുണ്ടോ അമേരിക്കയിലുണ്ടോ? അതോ നമുക്ക് മറ്റു ലാംഗ്വേജിലുണ്ടോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് സുരേഷ് ഗോപിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു റെസ്പോൺസിബിലിറ്റി ഏത് തന്നെയാണെങ്കിലും റെസ്പോൺസിബിൾ ഫോർ ദ പേഴ്സൺ പീപ്പിൾ അറൗണ്ട്. അത് ഭയങ്കര ചോദിച്ചു. അന്ന് അവിടെയുള്ള ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കാൻ അപ്പൊ എല്ലാവരും ഭക്ഷണം ചെയ്താൽ മതി. ഇത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ആ ഷോൾഡർ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി അത് എന്ത് തന്നെയാണെങ്കിലും പുള്ളി എടുക്കുന്ന കാര്യമാണ്. ഞാൻ ഇരുത്തി ഇത് പറയല്ല ആസ് എൻ ആക്ടർ ഒരു വേറെ എലമെന്റ് പൊസിഷനാണ്. എനിക്ക് അറിയാവുന്ന വ്യക്തിയെ പറ്റി ഞാൻ പറയാം. You saw that, right? Like, I mean, when we were all in the night, a lot of those നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് നമ്മുടെ ഓഡിഷൻ വന്നവരൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ അതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും കഴിക്കാനുള്ള സാധനം വെച്ചു. പക്ഷെ ബ്രേക്ക് പറയാൻ അവർക്ക് പോയി കഴിക്കാനുള്ള പേടി. ചേട്ടൻ എന്താന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്യും. അത് കാരണം ഉണ്ടായ പ്രശ്നത്തിൽ ചേട്ടൻ പറയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 5 ഷോട്ട് കൂടെ എടുക്കാനുള്ളൂ സൈജുനെ കുറച്ച് കണ്ണിലും കൂടെ കയറി മുള്ളിന്റെ കൂടെ സൈജുന് ഇരിക്കാനും പറ്റുന്നില്ല. 5 ഷോട്ട് കൂടെ അവര് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ 5 ഷോട്ട് കഴിച്ചെല്ലാം കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് തുടങ്ങാം. മഴ തുടങ്ങിയ മഴയാണ്. 3 ദിവസം നിന്നില്ല. സൈജൊക്കെ വണ്ടി ഞാൻ
കാറ്റുണ്ട്. Big. കാറ്റേക്കാ
ഓക്കെ ബൈ.